നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം വിഷ്ണു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വണക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരുപാട് പെൻഡിങ് ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ. അതിനെ ഇവിടെ ചോദിക്കാം സർ. ഇതിന് മുമ്പേ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം, റഷ്യ ഗോൾഡിനെ വിൽക്കാൻ തുടങ്ങിയെന്ന് ഒരുപാട് ന്യൂസ് നോക്കുന്നു സർ. ഗോൾഡിന്റെ പ്രൈസ് കുറയുമോ എന്ന് ചോദിക്കുന്നു. ഓ മൈ ഗോഡ് വേർ ഇസ് ദി ഗോൾഡ് എന്ന് പറയും. ഓ മൈ ഗോഡ് എന്ന മെസ്സേജിന് 10 പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ താഴെ വേർ ഇസ് ദി ഗോൾഡ് എന്ന് പറയും. ജസ്റ്റ് തന്നെ സെൻസിബിളായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഹി ഈസ് ഡൂയിങ് മാർക്കറ്റ് ഓപ്പറേഷൻസ് ഡൊമസ്റ്റിക്കലി to buy and sell gold. Russia is one of the largest producer of gold in the gold market. അത് റഷ്യ കാരണം ഇന്നും നിറയെ ഗോൾഡ് വരുന്നു. ലോക്കറ്റ് മാർക്കറ്റിൽ ഗോൾഡ് വാങ്ങി വിൽക്കുന്നു എന്ന് പറയുന്നു. അതിനെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലാവാതെ നിങ്ങൾ വന്നിട്ട് അതിനെ ഗോൾഡ് വിൽക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഗോൾഡ് വന്നിട്ട് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഫൈനാൻസ് ചെയ്യാൻ വയ്ക്കുന്നു എന്ന്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ മാറ്ററാണ്. അതായത് വരവ് ചെലവിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ഡെഫിസിറ്റാണത്. എന്തെങ്കിലും ഡിഫറൻസ് ഇരുന്നാൽ അവരെന്താണ് ഗോൾഡ് വിൽക്കാൻ പോകുന്നു. ഇന്നും എക്സ്ട്രാ റൂബിൾ അടിച്ച് ഇൻഫ്ലേഷനെ കയറ്റും. അമേരിക്ക ചെയ്യുന്നത് പോലെ. അതെ, പറഞ്ഞാൽ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്. അലിയ റൂബിൾ കുറയുമേ അല്ലാതെ ഗോൾഡിനെ വിൽക്കത്തില്ല. എപ്പോൾ ഗോൾഡിനെ വിൽക്കുന്നു പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് പ്രോബ്ലമായി ഡോളർ കുറഞ്ഞിരിക്കുന്നു. അത് വന്നിട്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലുള്ള പ്രോബ്ലം. അപ്പോൾ അത് വന്നിട്ടില്ല, പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ സാധ്യത ഉണ്ട്. റഷ്യയിലിരുന്ന് വെളിയിൽ പോകുന്നത് ഓയിലാണ് മെയിൻ പ്രോഡക്റ്റ്. ഓയിലും ഇതും വിറ്റ് അവർക്ക് കാശ് വന്നില്ലെങ്കിൽ അർജന്റിന് ഗോൾഡിന് വിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ സ്റ്റേജിൽ ഇപ്പൊ ഇവർ വന്നില്ല. ട്രംപിന്റെ ടാരിഫ് വന്നിട്ട് ഇറാസം സ്ലൂക്ക് ഓയിൽ ഈ രണ്ട് കമ്പനിയിലും നവംബർ 21 ടാരിഫ് സാങ്ഷൻ വന്നിരിക്കുന്നല്ലേ സാർ? അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് ബൾട്ടി അടിച്ച് യുക്രൈൻ്റെ അടുത്ത് നീ മര്യാദയ്ക്ക് സറണ്ടർ ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്പനെ വിശ്വസിച്ച് പോയി നീ ഗോൾഡ് വിൽക്കുമോ എന്ന് പറയുന്ന. ഓക്കെ സാർ. കാരണം നിങ്ങൾ ഗോൾഡിന്റെ പ്രൈസ് കുറയുമെന്ന് എതിർനോക്കിയിരുന്നാൽ ആ നല്ല ന്യൂസ് ഇപ്പൊ കിട്ടൂല. നിങ്ങൾ ഒരു നാൾ നോക്കാം. അതോടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഉറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഉറങ്ങിയ സമയം $1 ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങിയെങ്കിൽ അങ്ങനെ 31 ഗ്രാം $4,200, 31 രൂപ $4,200 കോസ്റ്റ്ലി ആയിരിക്കുന്നു. 4,200 ഡിവൈഡഡ് ബൈ 31 വില കയറിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ രൂപ 150 അടുത്ത്. സർ, അത് തന്നെ ഈ രാവിലെ വന്ന 11,600 വൈകുന്നേരം വന്ന 16,630 വന്ന ഡിഫറൻസ് സർ. ഓക്കെ. നിങ്ങൾ എവിടെയോ പോയി റഷ്യയിൽ നോക്കുന്നത് വിട്ടുകൊണ്ട് നിങ്ങൾ സാമിയാരനെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നോക്കിയാൽ മതി, അവരെ നോക്കുന്നത് വിട്ടിട്ട്. ഓക്കെ സർ, ഡൺ, ഫൈൻ. ഓക്കെ സർ. അടുത്തത്, ഈ ആഴ്ചയിൽ ടെക് വീക്ക്നെസ് US ഇൻഡീസസ് ഒക്കെ വന്ന് വളരെ അടി വാങ്ങിയിരിക്കുന്നു എന്ന് ന്യൂസ് നമ്മൾ നോക്കിയായിരുന്നു. എന്താണ് US നടക്കുന്നു, എന്തുകൊണ്ടാണ് ടെക് ഇൻഡെക്സ് ഒക്കെ വിളാൻ റീസൺ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി അബ്രോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. നമ്മൾ വന്നിട്ട് മാഗ്നിഫിക്കൻ 7 ഇൻവെസ്റ്റ് ചെയ്തില്ല. ഈ മാഗ്നിഫിക്കൻ 7ന്റെ വാല്യൂ വന്നിട്ട് ഹൈലി ഓവർ സ്ട്രക്ചർഡ് ആണ്. ഡെഫിനറ്റായിട്ട് കറക്റ്റ് ആകാൻ ചാൻസസ് അടിക്കുന്നു. ഇത് വന്നിട്ട് ഒരു കൊസുകടി തന്നെ. അത് വന്നിട്ടൊരു 20% എണ്ണാൽ തന്നെ കറപ്ഷന് പേഴ്സൺ വിളാൻ ചാൻസ് ഇരിക്കുന്ന എന്ന് ചോദിച്ചാൽ ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അത് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. ഡെഫിനറ്റായിട്ട് കറപ്റ്റ് ആകാൻ ചാൻസ് ഇരിക്കുന്നു. 20% ഉണ്ട്. എന്താ 20% നത്തിങ് ആണ്. ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ബെയർ മാർക്കറ്റാ. പെട്രോൾ ഇറ്റ് ക്രോസസ് 20%, ഇറ്റ്സ് ബെയർ മാർക്കറ്റ്. അപ്പോൾ സാർ പറയുന്നത് പോലെ നോക്കുമ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന് ടിഫൻ കോഫി പോലെ കുറച്ച് കുറയ്ക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. ആണ് ഞാൻ ടിഫൻ കോഫിയിലേ ഇരിക്കാൻ പറയുന്നത്. ടിഫൻ കോഫിയിലേ ഇരുന്നാൽ മതി. ഓക്കെ സാർ. അപ്പൊ അതിനെയും കുറച്ച് പോകേണ്ടതല്ല അല്ലേ? രണ്ട് സ്റ്റേറ്റ് തന്നെ. ഒന്ന് എക്സ്ട്രീം ഫിയർ, എക്സ്ട്രീം സിബറൻസ്. ഇത് രണ്ടിലും ഇരുന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ സാർ. ഈ ചോദ്യം ചോദിച്ചെന്ന കാരണം ഇനി അടുത്തത് തത്വ പേജിലിരുന്ന് ഈ സംശയം സാർ. നിങ്ങൾ തത്വ പേജിൽ ഏതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് വിഷമിക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച് വിഷമിക്കരുത് എന്ന് നിങ്ങൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഞാൻ അതിൻ്റെ അകത്ത് എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലല്ല. പക്ഷെ എത്രയും ഷെയർസ് ഞാൻ വാങ്ങുന്നു എന്നത് എൻ്റെ കൺട്രോൾ. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിഷമിക്കാതെ ഇത്രയും ഷെയർസ് വാങ്ങണം എന്ന് തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരുപാട് വാങ്ങിയിട്ട ബെറ്റർ ആയിരിക്കും. കുറച്ച് വാങ്ങിയിട്ടെങ്കിൽ നിനക്ക് ഭേദി പിടിക്കും. നീ ഏത് വാങ്ങിയാൽ നിനക്ക് വേദനിക്കത്തില്ല. എൻ്റെ പോർട്ട്ഫോളിയോ എത്ര ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ പോർട്ട്ഫോളിയോ 50% വീഴുന്നാലും എനിക്ക് വിഷമമില്ല. 75% വീഴുന്നാലും വിഷമമില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ കോൺഷ്യസാണ് കാശ് ഇടുന്നതല്ല. അപ്പോൾ 1, 2, 5, 10 വാങ്ങിയിട്ടത് തന്നെ. വലുതായി എനിക്ക് വീഴുന്ന അതൊരു വലിയ പ്രശ്നമല്ല. എൻ്റെ ഉപരി കാഷ്ടത്തിന് ഞാൻ കുറച്ചാണ് വാങ്ങിയിരിക്കുന്നു.
ഐ ഹാവ് ടേക്കൺ ഓൺലി പൊസിഷൻസ്. അതായത് എനിക്ക് വേദനിക്കാതെ അത്രയും തന്നെ ഞാൻ പൊസിഷൻ എടുത്തിരിക്കുന്നു. ഇതന്നെ ഒരു ബിഗ് എമൗണ്ട് ആയിരിക്കുന്നു. ആ ബിഗ് എമൗണ്ട് എനിക്ക് 0 ആയാലും എനിക്ക് പ്രശ്നമില്ല. സോ അത് തന്നെ കൺട്രോൾ. എൻ്റെ കൺട്രോൾ വന്നിട്ട് മൈ ടോളറൻസ് ടു പേയിങ് ആണ്. നിന്റെ ടോളറൻസ് ടു പേ നിനക്ക് തന്നെ അറിയാം. നിന്റെ ടോളറൻസ് ടു പേ 25 കോടി എങ്കിൽ 25 കോടി ഇട്. നിന്റെ ടോളറൻസ് പേ ഇപ്പോൾ 10 രൂപ 5 രൂപ എങ്കിൽ 20 വർഷം കഴിഞ്ഞ് ആ 25 കോടി വരും. അപ്പോൾ നീ 25 കോടിയെ നീ ചേർത്തിരിക്കത്തേ ഇല്ല. പിന്നെ എന്താണ് ആ 25 കോടിയെ കുറിച്ച് നീ ഇപ്പോൾ വിചാരിക്കുന്നത്? അപ്പപ്പോൾ സിനിമ നോക്കി കാശ് നോക്കി ഇട്ട് 25 കോടി ആയെങ്കിൽ ആണ് നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്. യെസ്, സന്തോഷം. കിട്ടിയില്ലെങ്കിൽ സന്തോഷം. 50% വീഴുന്നെങ്കിൽ വീഴുന്നു. ഓക്കെ, ഇന്നും കുറച്ച് ഇട്. വെച്ചാൽ നീ അറിഞ്ഞ് തന്നെയല്ലേ ഇട്ടിരിക്കുന്നു. 50% ഫാൾ എന്ന് പറയുന്നത് ഓൺലി ടെമ്പററി ആണ്. ദർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി റൈസ് ടൈ. വിളുവാണെങ്കിൽ നീ ഷുഡ് ബി ഹാപ്പി. ഓ ആർ യു സാഡ്? ഇപ്പോൾ സാർ പറയുന്ന ഈ ടിഫൻ കോഫി റേഞ്ചിൽ എവിടെയാണ് മാറുപെട്ട് നിൽക്കുന്നു എന്ന് നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ആനന്ദ് സാർ അടുത്ത് നിന്ന് ഡിഫറൻ്റ് ആയി നിൽക്കുന്നു എന്നാൽ ഇപ്പോൾ ആനന്ദ് സാർ എടുത്തിരിക്കുന്ന ആ ഉപരി കാശ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് കയറിയാലും പ്രശ്നമില്ല, ഇറങ്ങിയാലും പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഞാനൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇരിക്കുന്നത്. അതായത് ഈ ഉപരി കാശിൽ ഇരുന്ന് നീ അസറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. മറ്റേ അസറ്റ് ക്രിയേറ്റ് ചെയ്യാതെ ആയിരിക്കുന്നു. അത് പിന്നെ ഈ ഉപരി കാശ് മാത്രം ഇട്ടാൽ മതി. നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല. നിന്നെ കൊണ്ട് വൊലറ്റാലിറ്റി ഒന്നും താങ്ങാൻ പറ്റൂല. താങ്ങാൻ പറ്റുമെങ്കിൽ ആ റിസ്ക് നിങ്ങൾ തന്നെ നോക്കണം. നോക്കണം. അങ്ങനെയെങ്കിൽ നീ വിഷമിക്കില്ലല്ലോ. സർ, അതായത് നീ അറിയത്തില്ലല്ലോ അങ്ങനെ വന്നെങ്കിൽ. ഇത്തിരി വർഷം 2 രൂപയ്ക്ക് വന്നു ടൈറ്റൻ. യാരും ഇവിടെ വാങ്ങിയിരിക്കത്തേ ഇല്ല. സ്റ്റോക്ക് സ്പ്ലിക്റ്റായി 4000 രൂപ പോയെങ്കിൽ വാങ്ങട്ടാന്ന് ചോദിക്കും. വലി നിനക്ക് എത്ര ദൂരം ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കാശ് തന്നെ നീ ഇടണം. ഇന്നും രാവിലെ എളിച്ച് സ്ക്രീനെ തുറക്കാൻ പോയെങ്കിൽ അങ്ങനെ നീ നോക്കരുത്. എന്നാൽ ഒരു കാര്യവും നടക്കില്ല. ഇതിലിരുന്ന് എനിക്ക് ഇന്നൊരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, IDFC ഫസ്റ്റ് ബാങ്കിനെ ഞാൻ 14 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട്. EVS 30 രൂപയ്ക്ക് നോക്കിയിട്ടുണ്ട്. മോട്ടോഴ്സ് 35-40 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഓക്കെ, ഇത് പക്കാ വാല്യൂ ബൈ എന്ന് വിചാരിക്കുമ്പോൾ കോഫി റേഞ്ച് നീ അതിൽ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായിരിക്കുമോ? നീ 5 ലക്ഷം രൂപ അതിലിട്ട് നീ 35 12 ആയെങ്കിൽ നീ ചുമ്മാ ഇരിക്കുമോ? അതങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നീ 5 ലക്ഷം രൂപ ഇട്. അതന്നല്ല ഇരുന്നല്ലേ സർ സിൻഡെക്സിൽ 6 പൈസയ്ക്ക് വരെ ഇരുന്നോ? നീ എന്തെന്ന് അറിയാതെ നീ ഇരുന്നു. ഇവിടെ പറ്റുമെങ്കിൽ നീ ചെയ്. റിസ്ക് ടോളറൻസ് എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ സെപ്പറേറ്റായി എടുക്കേണ്ട തീരുമാനമാണിത്. അതെ, ഇതിൽ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല അല്ലേ സർ? ഈ ചോദ്യം ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ സർ, അതായത് പേരാസ എന്ന് പറയുന്നത് വളരെ നഷ്ടത്തിലാണ് കൊണ്ടുവിടും. വെച്ചിൽ സാർ പറഞ്ഞ കാരണമാണ് ഈ എന്നാൽ ഞാൻ പറയുന്നത് പേരാസ പെരു നഷ്ടത്തിലാണ് കൊണ്ടുവിടും. അതൊന്നും തത്വപേച്ചിൽ തന്നെ പറഞ്ഞെന്ന് പറയണ സർ. ITC കൺസിഡർ ചെയ്യാമോ സാർ? ഇപ്പോൾ അത് അതേ 400 റേഞ്ചിൽ ഇരിക്കുന്നു സർ. വൈരസൂചി ആകത്തില്ലേ സർ? ഒരു ഹായ് ഇല്ല, ഞാൻ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ 800 രൂപ പോയെങ്കിൽ അത് വൈരൗസി ആവും. ITC വൈരസൂചി ആകുമെന്ന് വാർത്ത സാറിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നു. 100 രൂപ ഇരുന്നാൽ വൈരസൂചി. 1 വർഷം കഴിഞ്ഞ് 800 രൂപ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് വൈരസൂചി ആവും. അന്നുള്ള വാല്യുവേഷൻ നമ്മൾ അന്ന് നോക്കണം. അന്ന് EPS എത്ര എന്നത് അനുസരിച്ച് തന്നെ അത് ഡിസൈഡ് ആവും അല്ലേ സർ? യെസ്. ഓക്കെ സർ, ഫൈൻ സർ, താങ്ക് യു സർ. എന്തുകൊണ്ട് ITC പ്രോബ്ലം എന്ന് വെച്ചാൽ 1 കോടി ഷെയർ ഇരിക്കുന്നു. ഒരേ ഒരു പ്രൊമോട്ടർ എടുത്ത് 20% തന്നെ ഇരിക്കുന്നു. 80% ഇസ് അവൈലബിൾ ഫോർ ഫ്ലോട്ട്. അതാണ് ITC കയറാതിരിക്കുന്നത്. നന്ദി, നമസ്കാരം.